മുട്ടിൽ മരമുറി കേസിൽ സിബിഐ അന്വേഷണം വേണമെന്ന് മുൻ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ജോസഫ് മാത്യു. കർഷകരെ ബലിയാടാക്കി യഥാർത്ഥ പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ള സാഹചര്യമാണ് ഇപ്പോൾ ഒരുക്കുന്നതെന്നും ജോസഫ് മാത്യു. റവന്യൂ വകുപ്പിന്റെ നോട്ടീസ് കിട്ടിയതിന് പിന്നാലെ കർഷകരും ആശങ്കയിലാണ്. മുട്ടിൽ മരമുറി കേസിൽ ഭൂ ഉടമകളായ കർഷകർക്ക് വനം വകുപ്പ് കഴിഞ്ഞ ദിവസമാണ് നോട്ടീസ് നൽകിയത്. കർഷകർ നൽകിയ അപ്പീലിൽ അപാകതയുണ്ടെന്ന് കാണിച്ചായിരുന്നു നോട്ടീസ്. യഥാർത്ഥ പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ള സാഹചര്യമാണ് ഇപ്പോൾ ഒരുക്കുന്നതെന്നാണ് മുൻ പബ്ലിക് പ്രോസിക്യൂട്ടറായ ജോസഫ് മാത്യു പറയുന്നത്. കർഷകർക്ക് പ്രശ്നമില്ല എന്ന് മന്ത്രി പറയുമ്പോഴും ഉദ്യോഗസ്ഥർ നടപടിയുമായി മുന്നോട്ടു പോവുകയാണ്. യഥാർത്ഥ പ്രതികൾക്ക് ശിക്ഷ ലഭിക്കണമെങ്കിൽ സിബിഐ അന്വേഷണം വേണമെന്നും ജോസഫ് മാത്യു മീഡിയ വണ്ണിനോട് പറഞ്ഞു. അപ്പോൾ മന്ത്രി പറയുന്നു, പക്ഷേ ഉദ്യോഗസ്ഥർ നടപടിയായിട്ട് പോകുന്നു. ഈ കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടവരെ രക്ഷിക്കുക, യഥാർത്ഥ കുറ്റം ചെയ്തവരെ രക്ഷിക്കുക, ഇതിൻ്റെ എല്ലാം ശിക്ഷ അനുഭവിക്കുക ഈ പാവപ്പെട്ട കർഷകരും ആദിവാസികളും. വനം വകുപ്പ് നടപടിക്ക് പിന്നാലെ കർഷകരും ആശങ്കയിലാണ്. നടപടി വരുന്ന വരെ ഒരു സ്റ്റേ പെറ്റീഷൻ അവിടെ കൊടുക്കാന്ന് പറയുമ്പോൾ അതിലെന്തോ ഒരു ദുരൂഹതയുണ്ട്. സ്റ്റേ പെറ്റീഷൻ വാങ്ങുമ്പം ആ നടപടി വരെ സ്റ്റേ ചെയ്ത് വെക്കുക എന്നുള്ള ഞങ്ങളുടെ ഒരു അപേക്ഷയാണ് അവർ പറയുന്നത്. അപ്പോൾ ഇനിയും നടപടി വരുമെന്നാണ് ഞങ്ങൾക്കും ഉള്ളൊരു ആശങ്ക. കർഷകരെ കബളിപ്പിച്ച് അഗസ്റ്റിൻ സഹോദരന്മാർ മരം മുറിച്ച് കടത്താൻ ശ്രമിച്ച കേസിൽ കർഷകർക്ക് നടപടി നേരിടേണ്ടി വരുമോ എന്നാണ് ആശങ്ക ഉയരുന്നത്. കർഷകരെ സംരക്ഷിക്കാൻ റവന്യൂ വകുപ്പ് ഉത്തരവിറക്കണമെന്നും ആവശ്യമുയരുന്നുണ്ട്. മീഡിയ 1 വയനാട്.